ഇംഗ്ലീഷ് ഭാഷ അത്ര മ്ലേച്ഛ ഭാഷയോ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വരും. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അമിത് ഷായുടെ ഒരു പ്രഖ്യാപനമാണ് ഇത്. കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. അതായത് അദ്ദേഹം നമ്മളെ BC കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് തോന്നിയത്. ഭാരതാംബയെ പറ്റിയുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നാം കണ്ടും കേട്ടും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മോദി ഭരണകാലത്തെ ബജറ്റുകൾ ഓരോന്നായി എടുത്തു നോക്കുക. ഓരോ ബജറ്റിലും അതിന്റെ ഉള്ളടക്കം കുറിക്കുന്നിടത്തെല്ലാം ഹിന്ദി വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകളെ മാറ്റി ഹിന്ദി വാക്കുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് ഇംഗ്ലീഷിലൂടെ ബജറ്റിനെ മനസ്സിലാക്കിയിരുന്ന എന്നെ പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബജറ്റുകൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് അവർക്കൊരു പ്രയോജനമുണ്ട്. ഇതൊക്കെ നോക്കി കണ്ട് പകരം എന്ത്, യഥാർത്ഥത്തിൽ ഈ ഹിന്ദിയുടെ പകരം ഇംഗ്ലീഷ് എന്ത് എന്ന് എന്നെ പോലുള്ളവർ കണ്ടുപിടിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട് ഈ ഹിന്ദി വൽക്കരണം. അതായത് അമിത് ഷായുടെ വാക്കുകളിൽ കിടക്കുന്നത് മുഴുവനും ഹിന്ദി വൽക്കരണത്തിനോടുള്ള കടുത്ത പ്രണയമാണ്. ഇന്ത്യയെ മുഴുവനും ഹിന്ദി വൽക്കരിക്കുക, ഹിന്ദി മാത്രം ഒന്നാം ഭാഷയായി മാറുക, അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം. 700-ലധികം ഭാഷകൾ ഔദ്യോഗിക ഭാഷകളായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഈ ഹിന്ദി വാത്സല്യവുമായിട്ട് അമിത് ഷാ മുന്നോട്ട് പോകുന്നത്. തെക്കേ ഇന്ത്യക്കാരുടെ വായടപ്പിക്കുന്നതിന് പകരം തെക്കേ ഇന്ത്യക്കാർ ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നാണ് ആർക്കും തോന്നിപ്പോവുക ഇത്തരം ഒരു സാഹചര്യത്തില്. ഇപ്പോ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ലജ്ജിച്ചു പോകുമെന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ആ മന്ത്രിയുടെ നാട് ഗുജറാത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് പോകുന്ന ഒരു ലിസ്റ്റ് പരിശോധിച്ചു. ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ആ ലിസ്റ്റിൽ ഗുജറാത്ത് വരുന്നത് 4-ാം സ്ഥാനത്താണ്. അതിന് ഗുജറാത്തിനേക്കാൾ മുൻപിലുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ട്? ആന്ധ്രാപ്രദേശ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, 2-ാം സ്ഥാനത്ത് പഞ്ചാബ് നിൽക്കുന്നു, 3-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 4-ാം സ്ഥാനത്ത് ഗുജറാത്ത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഗുജറാത്തിൽ നിന്ന് വരുന്ന ഒരു മന്ത്രിയാണ് ഇംഗ്ലീഷിനെ പറ്റി ഇത്ര മോശമായി സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി നാം എത്ര മതിപ്പോടുകൂടിയാണ് വിലയിരുത്തേണ്ടത്? അദ്ദേഹം ഭരിക്കുന്ന വകുപ്പ് എത്ര കാര്യക്ഷമതയോടുകൂടി നടത്തപ്പെടും അല്ലെങ്കിൽ ഭരിക്കപ്പെടും എന്ന് നമുക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യാൻ പറ്റണമെങ്കിൽ പൂർവികർ, അത് ഇന്ത്യയിലുള്ളവർ മാത്രമാകണമെന്നില്ല, ലോകത്തെമ്പാടും അതേ സ്ഥാനങ്ങളിൽ ഇരുന്ന് അതേ കർമ്മം നിർവഹിച്ച് ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ അത് പൂർത്തിയാക്കിയ മിടുമിടുക്കരോ മിടുമിടുക്കികളോ കാണും. അവരതെങ്ങനെ നേടി എന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഏക ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലേക്ക് തുറന്നു പിടിച്ചിരിക്കുന്ന, ഒരുപക്ഷെ പ്രപഞ്ചത്തിലേക്ക് തുറന്നു പിടിച്ചിരിക്കുന്ന വാതിലാണ് ഇംഗ്ലീഷ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോയിരുന്നത് ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളും അങ്ങനെയുള്ള വലിയ പ്രഭുക്കന്മാരും മാത്രമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിനോടൊപ്പം ഇംഗ്ലീഷും പറന്നെത്തി ഇന്ത്യയിലേക്ക്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമായി, കുറേശ്ശെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമായി. പിന്നെ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി, ഓക്സ്ഫോർഡിലും മറ്റു പല സർവകലാശാലകളിലും പോയി ഒക്കെ വിദ്യ അഭ്യസിച്ചു വന്നവരാണ് ഇന്ത്യയിലെ മഹാരഥന്മാർ. 18 ഭാഷ അറിയാമായിരുന്ന നരസിംഹറാവു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു UPA കാലത്തിന് മുൻപ്. അതായത് നമ്മുടെ ഗ്ലോബലൈസേഷൻ തുടങ്ങി വെച്ചത് നരസിംഹറാവുവിന്റെ കാലത്താണ്. അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും ഒക്കെ ചേർന്ന് ഇവിടെ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് ഒരു ആത്യന്തികമായിട്ടും വേണ്ടിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ആ പ്രധാനമന്ത്രിക്ക് 18 ഭാഷകൾ അറിയാമായിരുന്നു എന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ ഈ അമിത് ഷാ ഇങ്ങനെ പറയുമ്പോൾ നാം ഓർക്കേണ്ടത്
എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഇംഗ്ലീഷ് വളരെ കൃത്യമായും ശക്തിയായും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരുന്നവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ 1913 ഗീതാഞ്ജലി എന്ന തന്റെ ഗ്രന്ഥത്തിലൂടെ ഇംഗ്ലീഷിനുള്ള ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിലേക്ക് ആദ്യം വന്ന നൊബേൽ പ്രൈസ് ആണ് 1913 ലിറ്ററേച്ചറിന്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കിട്ടുന്ന നൊബേൽ പ്രൈസ്. അപ്പൊ അത് രവീന്ദ്രനാഥ ടാഗോർ കൊണ്ടുവന്നത് ഓർത്ത് നാം ഇപ്പോൾ ലജ്ജിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ? അമിത്ഷായ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അത്ഭുതം തോന്നുകയാണ്. അപ്പൊ അമിത്ഷായുടെ നാട്ടിലെ ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന അമിത്ഷായുടെ നാട്ടിലെ ഈ വിദേശ പഠനത്തിന് പോയിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അവർക്ക് അമിത്ഷായോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അദ്ദേഹത്തോടുള്ള മതിപ്പ് എന്തായിരിക്കും? എങ്ങനെയാണ് അമിത്ഷായെ പോലെയുള്ള ഒരാള് 2047 വികസിത് ഭാരതത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ച് നയിക്കുക? അതും ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ നമ്മള്? അപ്പൊ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റുന്നത്? നരേന്ദ്രമോദിക്ക് തന്നെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റുണ്ട്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വികസിത് ഭാരത് പൂർത്തിയാക്കേണ്ടത് എന്നതിൽ പോരായ്മകൾ ഉണ്ട്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, ഈ 2 മേഖലകളിൽ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വികസിത് ഭാരതത്തിലേക്കുള്ള യാത്രയുടെ ആക്കം കൂട്ടാൻ സാധിക്കുക. ആരോഗ്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിവെച്ചോളൂ, എഡ്യൂക്കേഷൻ മേഖലയിലെ വിദ്യാഭ്യാസം നമുക്ക് കണക്കിലെടുക്കാം. ഇപ്പൊ ഈ വിദ്യാഭ്യാസത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ, ആഗോളതലത്തിലുള്ള ഒരു റാങ്കിങ്ങിന്റെ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നോക്കണം, ഇന്ത്യ 1ാമത്തെ ജനസംഖ്യാ രാഷ്ട്രമാണ് എന്നോർക്കണം ഈ ലോകത്തെ. എന്നിട്ട് ആദ്യത്തെ 100 റാങ്കുകൾ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആഗോളതലത്തിൽ എടുത്താൽ ആ റാങ്കിങ്ങിൽ ഒന്നുപോലും ഇന്ത്യയിൽ നിന്നില്ല. 500 സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 10 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അത്രയ്ക്കും താഴ്ന്ന തരത്തിലാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് എന്ന സങ്കല്പം അത്ര എളുപ്പം നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ആ ലിസ്റ്റ് ഒന്ന് നോക്കൂ. ചൈനയിൽ നിന്ന് എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ പറയപ്പെട്ട 100-നകത്തും 500-നകത്തും ഉള്ളത് എന്ന് നോക്കൂ. കാരണം ചൈന GDP-യുടെ 6%-ലധികമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. മറിച്ച് ഈ പ്രാവശ്യത്തെ നമ്മുടെ ബജറ്റിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 0.36% ആണ്. GDP-യുടെ 0.36%. ചൈന 6%-ലധികം മാറ്റിവെക്കുമ്പോഴാണ് ഇന്ത്യ ഇത്ര മോശമായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള അമിത്ഷായെ പോലെയുള്ള ആളുകളാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ ലജ്ജിക്കേണ്ടി വരും എന്ന് പറയുന്ന ആൾക്കാരാണ് ഭരണരംഗത്തുള്ളവരെ എങ്കിൽ ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയെ ഇപ്രകാരം തഴയും എന്നതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും ഓർത്തിരിക്കേണ്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, GDP-യുടെ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആ വികസിത് ഭാരതത്തിലേക്കുള്ള കുതിപ്പിന്റെ വേഗം. അപ്പൊ അതുപോലെ നമ്മൾ ഇനി ഇങ്ങോട്ട് ഒന്ന് വരെ ഇംഗ്ലീഷിനെ അത്ര മോശമായി പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മളെല്ലാവരും ആദരിക്കുന്ന സാഹിത്യകാരനായ സച്ചിദാനന്ദൻ ഇന്ന് അദ്ദേഹം മലയാള മനോരമയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, മലയാള മനോരമ നിങ്ങളും ഒക്കെ വായിക്കുന്നുണ്ടാകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇംഗ്ലീഷാണ് ലോകവിജ്ഞാനത്തിന്റെ അതിപ്രധാന മാധ്യമം. പല ഭാഷകളിൽ നിന്നുള്ള പരിഭാഷകളിലൂടെ വിശ്വസാഹിത്യത്തിന്റെ ആഴവും പരപ്പും നാം അറിയുന്നതും ഇംഗ്ലീഷിലൂടെയാണ്. ഇംഗ്ലീഷ് ഇല്ലാത്ത ഇന്ത്യ എന്ന് പറയുന്നതിലൂടെ അമിത്ഷാ ഉദ്ദേശിക്കുന്നത് ഹിന്ദി പ്രധാന ഭാഷയായ ഇന്ത്യ എന്നു കൂടിയാണ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പം ഇംഗ്ലീഷ് ലോകത്തിലേക്കുള്ള വാതിലാണ്, പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണ്. മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നോബൽ പ്രൈസ് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? ആ ഭാഷകളിലെ മഹത് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ ഗ്രന്ഥം, അതിന്റെ ഗ്രന്ഥകർത്താവ് നോബൽ ലൊറേറ്റ് ആയിട്ട് മാറുന്നത്, അർഹതയുണ്ടെങ്കിൽ. അപ്പൊ എന്ന് വെച്ചാല്
ഈ ഇംഗ്ലീഷ് എന്ന മഹാപ്രപഞ്ചത്തെ ആലിംഗനം ചെയ്യുമ്പോൾ, ഈ ഇംഗ്ലീഷ് എന്ന മഹാപ്രപഞ്ചത്തെ നാം സ്വാംശീകരിക്കുമ്പോൾ, വായിച്ച് പഠിക്കുമ്പോൾ നാം ലോകത്തെയാണ്, ഈ പ്രപഞ്ചത്തെയാണ് ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. ഹിന്ദി എവിടെ കിടക്കുന്നു? ഇംഗ്ലീഷ് എവിടെ കിടക്കുന്നു? അപ്പോൾ എങ്ങനെയാണ് അമിത് ഷായെ പോലെയുള്ള ഒരാൾക്ക് ഇന്ത്യയെ പോലെ 146.39 കോടി UNFPA കണക്കനുസരിച്ച് കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് ഈ കണക്ക് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ 146,39,00,000 എന്ന്. അത്ര വലിയ ഒരു ജനതയുള്ള രാഷ്ട്രത്തെ നയിക്കുന്ന ഒരാള്, മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരാള് ഇത്ര മോശമായ അഭിപ്രായ പ്രകടനം നടത്തിയാൽ എങ്ങനെയായിരിക്കും ആ രാജ്യത്തിന്റെ മുൻപോട്ടുള്ള കുതിപ്പ്? എന്റെ സ്വന്തം ജീവിതാനുഭവം വെച്ച് തന്നെ ഞാൻ ഇംഗ്ലീഷിനെ ഒന്ന് വിലയിരുത്താം. അതായത് ഞാന് മലയാളം മീഡിയം സ്കൂളില്, അതായത് വയനാട് ജില്ലയില് 1962 മുതൽ 65 വരെയുള്ള കാലത്താണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. മലയാളം മീഡിയം സ്കൂളില് എനിക്ക് കോപ്പി എഴുതാൻ സമയം കിട്ടില്ലായിരുന്നു. കാരണം 28 കിലോമീറ്റർ നടന്നു വേണം എനിക്ക് സ്കൂളിലെത്താൻ. കോപ്പി എഴുതാനോ ഹോംവർക്ക് ചെയ്യാനോ ഒന്നിനും എനിക്ക് സമയം കിട്ടില്ല. അപ്പൊ പിന്നെ ബൈഹാർട്ട് പഠിക്കേണ്ട പോയങ്ങളൊക്കെയോ അതൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ബൈഹാർട്ട് ചെയ്യുമായിരുന്നു. പഠിപ്പിച്ചു കഴിയുമ്പോൾ ഞാനായിരിക്കും ആദ്യം എഴുന്നേറ്റ് നിന്ന് ആ പോയം ബൈഹാർട്ട് ചൊല്ലി എന്റെ ഗുരുനാഥന്മാരെ കേൾപ്പിക്കുക. അങ്ങനെ പഠിക്കാൻ അന്ന് എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ ഹോംവർക്ക് ഒന്നും ചെയ്യാത്ത എനിക്ക് അതിലൊന്നും സങ്കടമില്ല, ഞാൻ എത്തിപ്പെട്ട അവസ്ഥയിലും സങ്കടമില്ല. പക്ഷേ അതൊരു മീഡിയം സ്കൂൾ ആയിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം മലയാള ഗ്രന്ഥങ്ങൾ, ചെറുകഥകളും ഒക്കെ തുടങ്ങി ആദ്യം മുതലേ എനിക്ക് അക്ഷരം അറിയാറായ കാലം മുതലേ, കൂട്ടി വായിക്കാനായ കാലം മുതലേ എന്റെ വായന തുടങ്ങിയതാണ്. അനുസ്യൂതം വായിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോഴും എനിക്കിഷ്ടമാണ്. രാത്രി 12 മണിക്ക് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ ഇപ്പോഴും. അങ്ങനെ വായന സ്നേഹിയായ എനിക്ക് ഇംഗ്ലീഷ് അല്ലായിരുന്നു എന്റെ ഹരം, മലയാളമായിരുന്നു. കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല പഠിച്ചത്. അതുകൊണ്ട് ഇംഗ്ലീഷ് എപ്പോഴും എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന, രണ്ടാമത്തെ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു വിഷയമായിരുന്നു. ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വായിക്കാനും അധികം പ്രേരണ എനിക്ക് കിട്ടിയില്ല. പിന്നെ സാമ്പത്തിക ശാസ്ത്രം എടുത്ത് പഠിച്ച് കോളേജിലെത്തി പഠിച്ച് സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് അതും ഒരു മീഡിയം ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ കോളേജുകളൊക്കെ ആ കാലഘട്ടത്തിൽ എൻ്റെ 66, 72, 65, 72 കാലഘട്ടത്തിലെ കോളേജ് വിദ്യാഭ്യാസം ആ സമയത്തും അതെ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂ, അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ്സും ഇല്ല കോളേജുകളിൽ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ മലയാളമാണെങ്കിൽ അതിൽ തന്നെ സംവദിക്കും, വായിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ അത് തന്നെ മലയാളത്തിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ആനന്തര ഫലം പിൽക്കാലത്ത് ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിലും ഒക്കെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ ഇന്റർനാഷണലി റേറ്റഡ് ജേർണൽസിലൊക്കെ ആർട്ടിക്കിൾസ് എഴുതേണ്ടി വരുമ്പോൾ വളരെ സമയമെടുത്ത് കൃത്യതയോടെ പലതരം ഡിക്ഷണറികൾ മുൻപിൽ വെച്ച് ഓരോന്ന് തിരിച്ച് ഓരോ വാക്കിന്റെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഏതാണ് ഈ ഘട്ടത്തിൽ യോജിച്ച വാക്ക് എന്ന് കണ്ടെത്തി എഴുതേണ്ടി വന്നു. അപ്പോഴാണ് എൻ്റെ സമയം നഷ്ടപ്പെട്ടത്. ഒരുപാട് എഴുതാമാകുന്ന സമയത്ത് പോലും, അതായത് നമുക്ക് ആ അറിവുണ്ട് ആ മേഖലയെ പറ്റി, പക്ഷേ എഴുതാനുള്ള ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനക്കുറവ് കാരണം എഴുതാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നു. ആ സങ്കടം ഇപ്പോഴും ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കുക. അവരെ മീഡിയം സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ഓഫ് കേരള മീഡിയം അല്ലാത്ത സ്കൂളുകളൊക്കെ അടച്ചു പൂട്ടട്ടെ, മുഴുവൻ സ്കൂളുകളും മീഡിയം സ്കൂളുകളാക്കി മാറ്റട്ടെ. അത് തീർച്ചയായിട്ടും നമ്മുടെ അതായത് ഏറ്റവും ഇപ്പൊ ദളിത ഗ്രാമങ്ങളിൽ ദളിതർക്കുള്ളതാകട്ടെ ആർക്കും ഉള്ളതാകട്ടെ, ദളിതരെ സത്യത്തില് SC/ST വിഭാഗങ്ങളെ മെയിൻ സ്ട്രീമിന്റെ ഭാഗമാക്കി ഇഴുകി ചേർന്ന് വരണമെന്നുണ്ടെങ്കിൽ അവരും ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം, ആ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വായിക്കണം. കാരണം ഏറ്റവും മൂല്യവത്തായ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോ ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതൊക്കെ വായിക്കുമ്പോൾ മനുഷ്യന്റെ ആത്യന്തികമായ അവകാശങ്ങളെ പറ്റി അവൻ ബോധവാന്മാരാകും. പക്ഷെ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങളുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്.
ആ പുസ്തകങ്ങളൊക്കെ വായിച്ചാല് ദാസ് ക്യാപിറ്റലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കാൻ വലിയ പാടാണ്. കാരണം അത് വിവർത്തനം ചെയ്ത മഹാരഥന്മാർക്ക് പോലും കൃത്യമായിട്ട് അത് മനുഷ്യരിലേക്ക് അതിന്റെ അർത്ഥം എത്തിക്കത്തക്ക രീതിയിൽ വിവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ, ഇപ്പൊ നമുക്കറിയാമല്ലോ, അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഒക്കെ പോകണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്ന പരീക്ഷകൾ പാസ്സാകണം. പിന്നെ ഇപ്പൊ അമേരിക്കയിലേക്ക് GRE എഴുതി പോകുന്നവർക്കാണെങ്കിലും അത് ഇങ്ങനെയുള്ള കടമ്പകളൊക്കെ കാണും. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നാം നിരയിലേക്ക് വരാൻ ഒരു കുതിച്ചു ചാട്ടത്തിനുള്ള സാധ്യതയാണ് ഇംഗ്ലീഷ് തരുന്നത്. എത്ര ആണെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവർക്കതൊരു കുതിച്ചു ചാട്ടം തന്നെയാണ്. എത്ര അറിവുണ്ടെങ്കിലും അത് ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറകിൽ തന്നെയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ തന്നെ നമ്മൾ നിൽക്കുന്നു എന്ന ഒരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷയെ പറ്റി ലജ്ജിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ ബോധമില്ലാത്തവരാക്കി കാണുന്ന, അതായത് ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് ഇന്ത്യക്കാരെ എങ്കിൽ മാത്രമേ അമിത്ഷാ പറഞ്ഞ ആ ഒരു വാചകത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ, അത് നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അത്ര വിഡ്ഢികളാണോ ഇന്ത്യക്കാര്? അത്ര വിഡ്ഢികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മൾ തെക്കേ ഇന്ത്യക്കാരല്ല, മലയാളികളല്ല. അവസാനമായിട്ട് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അമിത്ഷായോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യമാണ്. അതായത് രാമായണത്തിലെ വാൽമീകി മഹർഷി അദ്ദേഹത്തിന്റെ ആ കവിത തീരുന്ന ഭാഗത്തായിട്ട് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വെടിവെച്ചിട്ട കാട്ടാളനോട് പറയുന്നുണ്ട്, മാനിഷാദം, ക്ഷമിക്കണം. അത് മാത്രമാണ് എനിക്കിപ്പോൾ നമ്മുടെ മന്ത്രിയോട് പറയാനുള്ളത്.